ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വർക്ക് എത്രത്തോളം പിന്നിട്ടിരിക്കുന്നു എന്നറിയാൻ വേണ്ടി നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബ് എല്ലാവർക്കും സുപരിചിതമാണ്. ആ സെന്റിനൽ ഹബ് ഉപയോഗിച്ച് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബെർത്തിൻ്റെ ആയാലും ബ്രേക്ക് വാട്ടറിൻ്റെ ആയാലും എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു വേരിയേഷൻ ഏതായാലും വരും, എന്നാലും ഏകദേശം നമുക്ക് അറിയാൻ ഉറപ്പായിട്ട് സാധിക്കും എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്നുള്ളത്. ഇത് ഇവിടെയൊക്കെ കാരണം ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. ഡേറ്റ് 29/12/2023 അപ്ഡേഷനാണ്. അതിന് ശേഷമുള്ളത് 1, 2, 3 അപ്ഡേഷൻ നമുക്ക് കിട്ടില്ല. കാരണം ഭയങ്കര ക്ലൗഡാണ് കാണിക്കുന്നുണ്ടോ, ഇതേപോലെ ക്ലൗഡ് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അത് കുറച്ചുകൂടി ക്ലിയറായി വരുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂവിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻ വ്യൂവിലൂടെ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു മെഷർമെൻറ്റിലേക്ക് പോകാം. ഉറപ്പായിട്ടും ചെറിയ ചെറിയ വേരിയേഷൻസ് വരും, എന്നാലും നമുക്ക് ഏതാണ്ട് ഉദ്ദേശം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്, എത്രത്തോളമായെന്ന്. നമ്മൾ ഈ ലൈൻ പോലെ കാണുന്നത്, ഈ എൽ ഷേപ്പിലെ ലൈൻ പോലെ കാണുന്നത് ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചറാണ്. അതുമാത്രമല്ല, ഇത് കടലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് നമ്മൾ ഈ കാണുന്ന സ്ഥലമെല്ലാം 18 മുതൽ 20 മീറ്റർ വരെ ഡെപ്ത് ഉള്ളത്. അപ്പോൾ കടലിൻ്റെ അടിയിൽ നടക്കുന്ന വർക്ക് നമുക്ക് മെഷർമെൻറ്റിലൊന്നും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. കാരണം 20 മീറ്ററോളം നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ഇട്ട് ഫില്ല് ചെയ്ത് വരുന്നത് വളരെ വളരെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് അധികം നീങ്ങാന്ന് വെച്ചാൽ സ്റ്റോൺ തീർന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ എടുക്കുന്ന ഈ അപ്ഡേഷൻ തന്നെ എടുത്തു കഴിഞ്ഞാലും നിലവിൽ ഈ പറയുന്ന ഇതിൻ്റെ കടലിൻ്റെ അടിയിൽ കുറേ മിനിമം ഒരു 50 മീറ്ററോളം ചിലപ്പോൾ കടലിൻ്റെ അടിയിൽ കഴിഞ്ഞു കാണും. അത് മുകളിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ മെഷർമെൻറ്റിൽ ചേർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ ഇത്രയേ ആയുള്ളൂ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അത്രയും ഡെപ്ത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിന്റിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് കടലിൻ്റെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന, ആ സർഫസ് ഏരിയയിൽ നിന്ന് വളരെ ഉയരത്തിൽ നിൽക്കുന്ന പാർട്ടിൽ മാത്രമാണ് നമുക്കിങ്ങനെ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ വേരിയേഷൻസ് ഉറപ്പായിട്ട് വരും, എന്നാലും ഏകദേശം നമ്മളെ വ്യൂവേഴ്സിന് ഒരു അറിയാൻ പറ്റും ഇത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത്. അതിനു വേണ്ടിയാണ് ഈ ഒരു അപ്ഡേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇതിങ്ങനെയാണ് സാധാരണ അപ്ഡേഷൻ എടുക്കാറ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2520 മീറ്ററാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഇത് കൂടാൻ ചാൻസ് ഉണ്ട് ബ്രേക്ക് വാട്ടർ, പക്ഷേ കടലിൻ്റെ അടിയിലേക്കുള്ള വ്യൂ അങ്ങനെയുള്ള നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൽ കൂടുതലായിരിക്കണം. നമുക്ക് ആവശ്യം 2960 മീറ്ററാണ് ഫസ്റ്റ് സ്റ്റേജിൽ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത്രത്തോളം ബ്രേക്ക് വാട്ടർ ആയിട്ടുണ്ട്. ഇത് 29-ാം തീയതിയുള്ള ഡേറ്റ് ഞാൻ കണ്ടത്. 29-ാം തീയതിയുള്ള അപ്ഡേഷനാണ്. ഓരോ ദിവസം കൂടുന്തോറും ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. കാരണം ഡേ നൈറ്റാണ് ഈ ബ്രേക്ക് വാട്ടറിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉറപ്പായിട്ട് വരും. എനിക്ക് തോന്നുന്നു 2600 മീറ്റർ പിന്നിടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വളരെ കുറച്ച് മീറ്റർ കൂടി ഉള്ളൂ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് സ്റ്റേജിൽ 2960 മീറ്റർ മാത്രമാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്കടുത്ത് ബെർത്തിൻ്റെ വ്യൂയിലേക്ക് പോകാം. നമ്മളിതാ കാണുന്നതാണ് ബെർത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടോ, ഈ കാണുന്നതാണ് ബെർത്തിൻ്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഈ സ്ട്രക്ചർ 800 മീറ്റർ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് കൂടി നമുക്ക് നോക്കാം. ഈ പോയിന്റ് നമുക്ക് കൊടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ അറ്റം വന്നു കഴിഞ്ഞാൽ 805 മീറ്ററാണ് പ്ലസ് ഓർ മൈനസ്. അതായത് 800 മീറ്ററാണ് ഈ നമ്മളെ ബെർത്തിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി എത്ര ശതമാനം ഈ ബെർത്ത് കോൺക്രീറ്റ് കഴിഞ്ഞ് 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഈ സാറ്റലൈറ്റ് വ്യൂയിലൂടെ കിട്ടുന്നതാണ്. ഇതിൽ ഉറപ്പായിട്ട് വേരിയേഷൻസ് വരും. ഇത് പെർഫെക്റ്റ് മെഷർമെൻ്റ് അല്ല, അങ്ങനെ ആരും വിചാരിക്കേണ്ട. നമുക്കിത് ഇവിടെ കാണാൻ പറ്റുന്ന ഈ വ്യൂ വരെ, അതായത് 387 മീറ്ററാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും 387 മീറ്ററാണ്. ഈ പോയിന്റ് തൊട്ട് ഇവിടം വരെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ചെറിയൊരു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഞാൻ കറക്റ്റ് എടുത്തു തരാം. ഇതാണ് 37 മീറ്ററോളം ഉണ്ടോ, 37 മീറ്ററോളം ഇതിൻ്റെ ഇടയ്ക്ക് കോൺക്രീറ്റ് ഇട്ടില്ല എന്നാണ് നമുക്ക് ഈ ഗ്യാപ്പ് കാണുമ്പോൾ നമുക്ക് വിചാരം നമ്മൾ കോൺക്രീറ്റ് ഇട്ടില്ലെന്നാണ് നമ്മുടെ ഒരു വിചാരം. കണ്ടോ, ശരിയാവണമെന്നില്ല, എന്നാലും ആ ഗ്യാപ്പ് എനിക്ക് വന്നു. കാരണം ഈ സൈഡിൽ ഗ്യാപ്പ് ഇല്ല. 37 മീറ്ററോളം കുറയ്ക്കേണ്ടി വരും. കണ്ടോ, ഇതാണ് ഈ പറയുന്ന മെഷർമെൻറ്റ്. അല്ല, നമ്മൾ അത് പോയിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുവാണെങ്കിൽ കറക്റ്റ് ആ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം. എൻ്റെ പോയിന്റിൽ നിന്നും
ഇവിടം വരെ വെച്ചാൽ 317 മീറ്റർ. 317 അതിൽ കൂടുതലായിരിക്കും, ചിലപ്പോൾ 330 340 മീറ്റർ തന്നെ ആയിരിക്കും. കാരണം ഇതിൽ നമുക്ക് ഈ പിക്ചർ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഈ മെഷർമെൻറ്റും പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ വരും, അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് 317 മീറ്ററാണ്. അല്ല നമ്മൾ ഫുൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇത്രത്തോളം എടുത്തു കഴിഞ്ഞാൽ 392 മീറ്റർ 380 മീറ്റർ കിട്ടും. ഏതാണ്ട് എങ്ങനെ പറഞ്ഞാലും ഒരു 400 മീറ്ററിനടുത്ത് വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ആവും എന്നൊരു സംശയമില്ല. കാരണം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒന്നുകൂടി നമുക്ക് നോക്കാം, ഈ പറയുന്ന 30-40 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 400 മീറ്റർ എത്താൻ വലിയ സമയമില്ല. വളരെ വേഗം തന്നെ 400 മീറ്റർ കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള സ്ട്രക്ചറാണ് ഇവിടെ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതും വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കണ്ടുണ്ടായിരുന്നു അവിടെ ഇതിൻ്റെ, അതായത് നമ്മുടെ ബെർത്തിൻ്റെ സ്ട്രക്ചറല്ല, ആ കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്യും. കുറേ സ്ലാബൊക്കെ സൈഡിൽ തന്നെ ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട്. പഴയത് ഞാൻ തന്നെ അത് പിക്ക് ചെയ്ത് ലോറി കയറ്റുന്നതൊക്കെ ഞാൻ പല വീഡിയോയിലായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ബെർത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അതവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ആയി വരുമ്പോഴത്തേക്കും വളരെ വേഗം പണി പൂർത്തിയാവും. ഇനി നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റോൺ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ബെർത്തിൻ്റെ സൈഡിൽ സ്റ്റോൺ ഫില്ല് ചെയ്യുന്നുണ്ട്. കാരണം കടലിലേക്ക് ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി അത് ഫില്ല് ചെയ്ത് 110 മീറ്ററാണ് കണ്ടോ. 110 മീറ്ററാണ് ഇവിടെ നിന്ന് ഇതുവരെ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി മാക്സിമം നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഇനി അറ്റം വരെയാണ്. നമുക്കെങ്കിൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കാം. ടോട്ടൽ ഇവിടെ തൊട്ട് എത്ര ദൂരം വരെയാണ്, എത്ര മീറ്റർ വരെയാണെന്ന് നമുക്ക് ടോട്ടൽ, അതായത് നമ്മളെ പോർട്ട് പൂർണ്ണമായിട്ടും എത്ര മീറ്റർ വരെയാണ് കംപ്ലീറ്റ് ആയ മീൻസ് ഈ പോർട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും 593 മീറ്ററാണ്. അതായത് 600 മീറ്റർ അടുത്ത് നമ്മളെ ഈ പറയുന്ന യാർഡ് പോലെ, അതായത് ബെർത്തിനോട് ചേർന്ന് യാർഡ് കൂടി ക്ലിയർ ആയിട്ടുണ്ടോ. ഇത്രയും കടൽ നികത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ വ്യൂവിൽ കാണാൻ പറ്റുന്നില്ലേ, ഇത്രത്തോളം കടൽ നികത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബെർത്തിൻ്റെ പോർഷൻ നമ്മൾ നേരത്തെ ഇവിടം വരെ ഈ പകുതി പോർഷൻ വരെയാണ് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഏതാണ്ട് 600 മീറ്ററോളം നമുക്ക് യാർഡ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണ്ട് 800 മീറ്ററിന് ഏതാണ്ട് 200 മീറ്റർ കംപ്ലീറ്റ്, ഇത്രയും പോർഷൻ 200 മീറ്ററോളം നമുക്കിത് കടലിങ്ങനെ ഇത്രയും നിവർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവും. അതിൽ മാത്രമല്ല ആ 200 മീറ്ററിൽ ഇവിടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത മെഷർമെൻറ്റിൽ ഏതാണ്ട് 100 മീറ്ററിൻ്റെ അടുത്ത് തന്നെ നമ്മളെ നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് ഈ സൈഡ് മൊത്തവും ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ 100 മീറ്റർ കൂടിയേ ഉള്ളൂ. 100 മീറ്റർ ആകുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആവും. അതായത് ഈ പറയുന്ന ബെർത്തിൻ്റെ സൈഡിൽ ഈ നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്യുന്ന കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ട്രഡ്ജിങ് എവിടെയാണ് നടക്കുന്നത്, ഈ പോർഷനിലാണ് ട്രഡ്ജിങ് നടക്കുന്നത്. ട്രഡ്ജിങ് പൂർണ്ണമായിട്ട് നടന്നു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഈ പറഞ്ഞ യാർഡ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഈസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡേ നൈറ്റ് നടക്കുന്നതാണ് പറയുന്നത്. പിന്നെ വളരെ വേഗം നമ്മളെ വിഴിഞ്ഞം വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ വേഗം തന്നെ ആ ഒരു യാർഡ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മളെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വളരെ വേഗം തന്നെയാണ് പണി എല്ലാം പുരോഗമിക്കുന്നത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ച് എല്ലാ വർക്കും വളരെ വേഗമാണ്. ഒരിടത്തും ഒരു ലാഗ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ സെൻറ്റിനൽ ഹബ്ബ് ഉപയോഗിച്ച് ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എനിക്കും അറിയാമെന്നുള്ളതാണ്. ചില വേരിയേഷൻ വന്നാൽ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് പോർട്ടിൽ എത്രത്തോളം വർക്കായെന്ന് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ 3 കപ്പലുകളാണ് നമ്മൾ കാണുന്നത്. ഷെൻഹുവ 15, ഷെൻഹുവ 29 ആൻഡ് ഷെൻഹുവ 24. ഇനി ഷെൻഹുവ 15ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. നമുക്കെല്ലാം അറിയാം ഷെൻഹുവ 15 നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്ത് തന്നെയുണ്ട്. നമ്മൾ നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഷെൻഹുവ 15 ഇതാണ് ഷെൻഹുവ 15ൻ്റെ എംബ്ലം. സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് ഷിപ്പിൽ കാണുന്ന എംബ്ലം ഓരോ സോഫ്റ്റ്വെയറിനും ഓരോന്നാണെങ്കിലും നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വിഴിഞ്ഞം പോർട്ടിൽ ഷെൻഹുവ 15 ഉണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഷെൻഹുവ 24 ഇതേപോലെ എവിടെയുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സ്ഥലം കാണിക്കാം. ഇത് കുറച്ച് സൂം ഔട്ട് ആയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിലെ ഒരു പോർട്ടാണിത്. ഇവിടെ നിന്നാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായിട്ട് ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ വരുന്നത്. ഈ പോർഷൻ ഈ ഒരു ബെർത്തിലാണ് ഷെൻഹുവ 24 ഉള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കും വെച്ചാൽ ആ എംബ്ലം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ബെർത്തിലാണ് നമുക്ക് ഷെൻഹുവ 24 ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഷെൻഹുവ 29 ആണ് നമുക്ക് ഇനി അടുത്തറിയേണ്ടത്. നമുക്ക് ഷെൻഹുവ 29 എവിടെ നോക്കാം. ഷെൻഹുവ 29ഉം ഇതേപോലെ തന്നെ ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡ് ചാൻസിങ് ഐലൻഡിലെ ഈ ബെർത്തിലാണ്, ഇവിടെയാണ് ഉള്ളത്. ഈ ബെർത്തിലാണ് നിൽക്കുന്നത്.
ഉണ്ടോ. അപ്പോൾ നിലവിൽ രണ്ട് അടുത്തടുത്ത ബർത്തുകളിലായി ഷെൻഹുവ 24 ഇവിടെ ഉണ്ടായിരുന്നു, ഷെൻഹുവ 29 ഇവിടെ അടുത്തടുത്ത ബർത്തുകളിലായി നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഷെൻഹുവ സീരീസിലെ 2 കപ്പലുകളും ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഏത് കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് വരുന്നത് നമുക്കറിയില്ല. ഇതാണ് നമ്മുടെ ഷെൻഹുവ സീരീസിലെ കപ്പലുകളുടെ കറണ്ട് സ്റ്റാറ്റസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളിൽ ആദ്യം എത്തുന്നതായിരിക്കും. ദയവായി നിങ്ങൾ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക് യു. അതോടൊപ്പം ഒരു ലൈക്കും.